സർ, ഇന്നിപ്പോൾ ഈ ഒരു ONGC അല്ലാതെ മറ്റ് സ്റ്റോക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് താങ്കളുടെ കണ്ടിപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ JSW സ്റ്റീൽ, JSW ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് JSW സ്റ്റീൽ. ഈ മോസ്റ്റ് വാല്യുബിൾ സ്റ്റീൽ കമ്പനി, ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ സ്റ്റീൽ കമ്പനിയായി മാറി എന്നുള്ളത് ഒരു വളരെ വലിയ ന്യൂസാണ്, ഒരു അഭിമാനകരമായ ന്യൂസാണ് ഇന്ത്യയിൽ. ഇൻഫാക്ട് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് തന്നെ ഇന്നലെ വലിയൊരു മെസ്സേജ് ഇട്ടിരുന്നു. അതായത് വി ആർ പ്രൗഡ് to be the most valuable company, steel company in the world. അത് ഈ കമ്പനി JSW ഗ്രൂപ്പിന് മാത്രമല്ല, ഒരു ഇന്ത്യൻ എക്കണോമിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ പൊതു ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിനും നമ്മുടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനും ഒക്കെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അത് എന്താണ്ട് ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ JSW സ്റ്റീലിൻ്റെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് ആ സ്റ്റോക്ക് പ്രൈസ് കയറിയപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കയറി, അതുകൊണ്ടാണ് മോസ്റ്റ് വാല്യുബിൾ ബൈ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മാർക്കറ്റ് ക്യാപ്പ് വൈസ് ആണ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കിൻ്റെ മൂവ്മെന്റ് കാരണം ഉണ്ടായിട്ടുള്ളതാണ് മോസ്റ്റ് വാല്യുബിൾ കമ്പനി എന്ന് പറയുന്നത്. JSW സ്റ്റീലിന് ഏതാണ്ട് $30 ബില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ന്യൂക്കോർ ഗ്രൂപ്പാണ്. അത് എന്താ പറയുക, ഒരു അമേരിക്കൻ ബേസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു USD 29 ബില്യൺ ആണ്. അതായത് ജസ്റ്റ് താഴെയായിട്ടാണ് ന്യൂക്കോർ തൊട്ട്. പിന്നെയുള്ള മൂന്നാമത് ആർസെലോർ മിട്ടലാണ്. അതും ഇന്ത്യൻ പ്രൊമോട്ടറിന്റെ ആണ്, ഇന്ത്യൻ ഒറിജിൻ പ്രൊമോട്ടറിന്റെ ആണെങ്കിലും കമ്പനി ലക്സംബർഗിലാണ് കമ്പനി ഏതാണ്ട് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഏതാണ്ട് $27 ബില്യൺ ആണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. പിന്നെ വരുന്നത് നിപ്പോൺ സ്റ്റീൽ, അതൊരു ജാപ്പനീസ് ബേസ്ഡ് സ്റ്റീൽ കമ്പനിയാണ്. അവർ ഏതാണ്ട് 24.5 ബില്യൺ ആണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. ടാറ്റ സ്റ്റീലാണ് പിന്നെ വരുന്ന അഞ്ചാമത്തെ കമ്പനി, അത് ഏതാണ്ട് USD 23 ബില്യൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് JSW സ്റ്റീൽ അല്ലേ, രണ്ടാമത് വരുന്നത് ന്യൂക്കോർ, മൂന്നാമത് വരുന്നതാണ് ആർസെലോർ മിട്ടൽ ബൈ മാർക്കറ്റ് ക്യാപ്പ്. ബട്ട് സെയിൽസ് വൈസ് ആർസെലോർ മിട്ടൽ ആണ് കൂടുതൽ. അതായത് ആർസെലോർ മിട്ടൽ എനിക്ക് തോന്നുന്നു $62 ബില്യൺ ആണ് അതിന്റെ സെയിൽസ്. വേറാസ് JSW സ്റ്റീലിന്റെ ആണെങ്കിൽ 21 ബില്യൺ, പകുതിയിലും താഴെയാണ്. ബട്ട് ആ മാർക്കറ്റിൽ പ്രൈസിംഗിൽ നോക്കൂ, സെയിൽസിനേക്കാളിലും കൂടുതലും മാർക്കറ്റ് ക്യാപ്പ് ആണ് ഇപ്പോൾ വാല്യുബിൾ കമ്പനിയായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് തന്നെ JSW സ്റ്റീൽ ഏതാണ്ട് 28.5 ടൈംസ് PE മൾട്ടിപ്പിൾസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആർസെലോർ മിട്ടൽ ഏതാണ്ട് 20 ടൈംസിലാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള വാല്യുവേഷൻ. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാനിത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ പല ആം ചെയർ എക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ പഴയ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകളും ഒക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഇന്ത്യ ലുക്സ് വാട്ട് യു സേ, എന്താ പറയുക, കോസ്റ്റ്ലി കമ്പയർ ടു എമർജിങ് മാർക്കറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ചെയ്യുന്നത് ശരിയല്ല. ഇന്ത്യൻ മാർക്കറ്റിന്റെ വാല്യുവേഷൻ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ JSW സ്റ്റീലിന്റെ കാര്യം ഒന്ന് പറഞ്ഞത് തന്നെ. ഈ JSW സ്റ്റീലിന്റെ കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയണമല്ലോ. ഈ JSW സ്റ്റീലിന് അടുത്ത കാലത്ത് നല്ല നല്ല റിസർച്ച് റിപ്പോർട്ട് വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് വായിക്കണം. എനിക്ക് തോന്നുന്നു MK സെക്യൂരിറ്റീസും HDFC ബാങ്കും ഒക്കെ, HDFC സെക്യൂരിറ്റീസ്, HDFC ബാങ്ക് അല്ല, ബാങ്കിന് ഒരിക്കലും സ്റ്റോക്കിനെ കുറിച്ച് പറയാൻ പാടില്ല. HDFC സെക്യൂരിറ്റീസ്, അതായത് HDFCയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അതിനൊരു നല്ലൊരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് അതായത് ഇവരുടെ JSW സ്റ്റീലിൻ്റെ ഒരു സ്ട്രോങ് കപ്പാസിറ്റി എക്സ്പാൻഷൻ ഉണ്ട്, അത് ഓൺ ട്രാക്കാണ്. അതൊരു വലിയ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് ആ കമ്പനിയുടെ. പിന്നെ രണ്ടാമത് റോ മെറ്റീരിയൽ ഇൻ്റഗ്രേഷൻ, അതായത് ഇതിനൊരു സ്റ്റീൽ ഉണ്ടാക്കുന്നതിന് ഒരുപാട് റോ മെറ്റീരിയൽസ് വേണമല്ലോ. ഈ റോ മെറ്റീരിയൽ ഇൻ്റഗ്രേഷൻ വളരെ നന്നായിട്ട് മാനേജ് ചെയ്ത ഒരു കമ്പനിയാണ് JSW സ്റ്റീൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു എഫിഷ്യൻസിയിലും കോസ്റ്റ് ഓപ്റ്റിമൈസേഷനിലും ആ കമ്പനി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ട്. ആവശ്യമില്ലാത്ത ചിലവുകളെ കുറച്ച് അതിൻ്റെ എഫിഷ്യൻസി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രോഡക്റ്റ് മിക്സിൽ നമ്മൾ ഈ റോ സ്റ്റീൽ അല്ലാതെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ പ്രോഡക്ട്സും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ മാർജിൻ പ്രൊഫൈൽ, അതായത് അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ മാർജിൻ. അതുപോലെ അതൊരു മാസ് സെല്ലിംഗ് സെഗ്മെൻറ്റാണ്. അങ്ങനത്തെ രീതിയിലാവുമ്പോൾ ഒരു കമ്മോഡിറ്റി സെല് ചെയ്യണതും ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യണതും തമ്മിൽ വ്യത്യാസം എന്താ അറിയുക. കമ്മോഡിറ്റി സെല് ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ കമ്മോഡിറ്റി സൈക്കിളും ആ ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസും അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കേണ്ടി വരും. ബട്ട് പ്രോഡക്ട്സിന് അങ്ങനെയല്ല. പ്രോഡക്ട്സ് നമ്മളൊരു കാര്യമായിട്ട് കമ്മോഡിറ്റി കൺവേർട്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ വിൽക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു MRP വെച്ച് പോകാം. അതിന് നമുക്ക് കൂട്ടി കൊണ്ടുപോകാം, താഴോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ടാർഗറ്റഡ് കൺസ്യൂമർ. അതുകൊണ്ട് കൺസംഷൻ ഓറിയന്റഡ് പ്രോഡക്ട്സ് കൂടെ വരുമ്പോൾ ഇവരുടെ മാർജിൻ പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ എക്സ്പെക്ടേഷൻ വെച്ചാൽ EBITDA പെർ ടൺ, അതായത് പ്രോഫിറ്റ് പെർ ടൺ എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനും കൂടി ഉണ്ട്. പിന്നെ ഈ JSW ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് കേട്ടോ. വിജയനഗർ, ഡോൾവി, സാലത്തിലൊക്കെ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആണ്. റോ മെറ്റീരിയൽസ് ഒക്കെ കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ബ്യൂട്ടിയാണ് ഈ JSW സ്റ്റീൽ എന്നുണ്ട്. വളരെ നന്നായിട്ടുള്ള മാനേജ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അവർക്ക് ഓവർസീസ് ഓപ്പറേഷൻസ് അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ ഉണ്ട്. അവരുടെ സ്റ്റീൽ കപ്പാസിറ്റി ആണെന്നറിയോ 35.7 മെട്രിക്
ടൺ ആണ് അവരുടെ സ്റ്റീൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. FY23 അത് ഏതാണ്ട് 43.5 മെട്രിക് ടണ്ണായി മാറും എന്നാണ് കമ്പനി ഗൈഡൻസ് കൊടുത്തേക്കുന്നത്. FY31 ആകുമ്പോഴത്തേക്കും 51 മെട്രിക് ടൺസ് ആയിട്ട് മാറും. അതായത് 35 നിന്ന് ഇനി വരാൻ പോകുന്ന 6 കൊല്ലം കൊണ്ട് 51.7 മെട്രിക് ടണ്ണിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂമങ്കസ് ടാസ്ക്. അതൊരു വലിയ ഇതാണ്. ഇപ്പോൾ JSW സ്റ്റീലിന് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു പ്രീമിയം കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി, മാനേജ്മെന്റ്, എക്സിക്യൂഷൻ കേപ്പബിലിറ്റി എല്ലാം കൂടെ കൊണ്ടാണ് അതിന് ഇത്ര ഒരു പ്രീമിയം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് ആനന്ദിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് അറിയേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ മാർക്കറ്റിന്റെ നിഫ്റ്റി ലെവലിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഒന്ന്. ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 20 മറ്റേത് 12.5 എങ്ങനെയാണ്. ആദ്യത്തെ 1.5 ലക്ഷത്തിനോ 1,25,000 വരെ ടാക്സ് ഇല്ല എന്നുള്ളത്. ഈ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട് മാർക്കറ്റിൽ. ആ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റോക്സ് ലോസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് സെല്ല് ചെയ്ത് നെക്സ്റ്റ് ഡേ മേടിക്കുകയാണെങ്കിൽ ആ സെല്ലിൻ്റെ ആ ഒരു ലോസ് നമ്മുടെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ എൻട്രി, ആ ലോസ് നമുക്ക് 7-8 കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ലോസ് നമ്മൾ ബുക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് പേപ്പർ ലോസ് മാത്രമേ ഉള്ളൂ. ആ ലോസിനെ നമ്മൾ ബുക്ക് ചെയ്യണം. ആ ട്രാൻസാക്ഷൻ ഇന്ന് നമ്മൾ സെല്ല് ചെയ്തിട്ട് നാളെ സെയിം സ്റ്റോക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് മേടിച്ചാലും ആ ലോസ് നമ്മുടെ P&Lലേക്ക് വന്നു. ആ ലോസ് നമുക്ക് 7-8 കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഗുണം വെച്ചാൽ അടുത്ത കൊല്ലം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ലോസ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ലോസ് ഹാർവെസ്റ്റിംഗ് തീർച്ചയായിട്ടും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏതാണ്ട് ഫെബ്രുവരി അവസാനത്തോടുകൂടിയോ മാർച്ച് സ്റ്റാർട്ടിങ്ങോടുകൂടി അവരെ ഈ ക്യാപിറ്റൽ ഗെയിൻസിന്റെ ഈ ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ നടന്നുപോയി കാണും. ലാസ്റ്റ് മിനിറ്റത്തേക്ക് അവർ വെക്കില്ല. ബട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേര് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവാം. ചിലപ്പോൾ ഈ ഒരു ഇമോഷൻസും സെന്റിമെന്റ്സും കൂടി മാർക്കറ്റിനെ എഫക്ട് ചെയ്തേക്കാം. ഇത് നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പ്രേക്ഷകർക്കും ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് പെർമിറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഒരു റൂള് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ലോസ് നിങ്ങളുടെ P&Lലേക്ക് കൊണ്ടുവന്നിട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചു വെച്ചേക്കണം. നമുക്കൊന്ന് JSW സ്റ്റീലിന്റെ കാര്യത്തിലേക്ക് ഒന്ന് ആനന്ദിക്കാൻ പോവാം. യെസ്, ആനന്ദ്, JSW സ്റ്റീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഒരു പോസിറ്റിവിറ്റി എന്ന് പറയാൻ ഏകദേശം ഒരു 0.5% ഒരു ഇടിവിലേക്കാണ് JSW സ്റ്റീൽ ഓഹരികൾ എത്തിയിരിക്കുന്നത്. 1087 രൂപ എന്നൊരു നിലയിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞൊരു പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഏകദേശം ഒരു 9% ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഈ ഒരു JSW സ്റ്റീൽ എന്ന് പറയുന്നത്. JSW സ്റ്റീലിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് ആനന്ദ് വിലയിരുത്തുന്നത്? യെസ്, അല്ല, JSW സ്റ്റീലിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ന്യൂസുകളാണ് JSW സ്റ്റീലിനെ പറ്റി വരുന്നത് നിലവിൽ. പക്ഷേ ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് നിലവിൽ ചാർട്ടിൽ അങ്ങനെ ഒരു നമുക്ക് വിഷ്വലി കാണാൻ സാധിക്കുന്നില്ല, വിഷ്വലി അപ്പീലിംഗും അല്ല. ബിക്കോസ് നിലവിൽ JSW സ്റ്റീൽ നിൽക്കുന്ന ഏകദേശം ഓൾ ടൈം ഹൈയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 0.2%, 0.1% താഴെയാണ് നിലവിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈ എന്ന് പറയില്ല, ആ ഒരു പ്രീവിയസ് ലെവൽ, അതായത് ഒരു 4th October 2024 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈ, അതായത് 1063 എന്ന് പറയുന്ന ആ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് ഏകദേശം ഒരു 6 മാസം ഏകദേശം ഒരു 6 to 7 months ശേഷമാണ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ച് അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ അപ്രോച്ച് ചെയ്യുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന വളരെ വീക്ക്നെസ്സോട് കൂടിയാണ് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് കാൻഡിൽസിൽ വളരെ രീതിക്കുള്ള വീക്ക്നെസ് ആൻഡ് വോളറ്റാലിറ്റി ഉണ്ട്. പക്ഷേ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ മൊമെൻറ്റം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ആസ്പെക്ട് ഇതെന്ന് പറയുന്നത്, അതായത് ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് അത് പ്രീവിയസ്ലി അതായത് 30 September ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഹൈ 1063 എന്ന് പറയുന്ന ലെവലിൽ മുകളിലേക്ക് മാർക്കറ്റിന് ഇതുവരെ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അതായത് എപ്പോഴൊക്കെ മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ ഒരു വളരെ സ്ട്രോങ് സെൽ ഓഫ് നടന്നിട്ട് അതിന് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പ്രീവിയസ് വീക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീക്കും ആ ഒരു സെയിം സിറ്റുവേഷനാണ് JSW സ്റ്റീലിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓൾ ടൈം ഹൈൻ്റെ ആ ഒരു ലെവലിൽ ഒരു വോളിയം കോൺട്രാക്ഷൻ ആണ് നിലവിൽ നടക്കുന്നത്. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മൈനർ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ബേസ് ഫോർമേഷൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് 1052 രൂപയാണ്. ആൻഡ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1020 തൊട്ട് 27 ആ ഒരു 7 rupeesൻ്റെ ആ ഒരു റേഞ്ചാണ് ഒരു നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ആൻഡ് നെക്സ്റ്റ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 990 and 993 ആ ഒരു 3 രൂപയുടെ ആ ഒരു റേഞ്ച്.
ബട്ട് സ്റ്റിൽ അപ്സൈഡിലേക്ക് നോക്കുക, ആ ഒരു ബേസ് ഫോർമേഷൻ ആൻഡ് വോളിയം കോൺട്രാക്ഷൻ അതൊരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല അതൊരു പോസിറ്റീവാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഏരിയയിലേക്ക് വന്ന ആ ഒരു രീതി ആൻഡ് കാൻഡൽസിൻ്റെ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അധികം അപ്പീലിംഗ് അല്ല. അത് മിക്കപ്പോഴും സൂര്യ സാർ പറയുന്ന ഒരു വേർഡാണ്, മാർക്കറ്റ് നോ സംതിങ് ദാറ്റ് വി ഡോണ്ട് നോ. സോ ആ ഒരു വാക്ക് ഞാൻ അവിടെ കടമെടുക്കുകയാണ്. സോ അതായത് അത്രയും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ചാർട്ടിൽ നിലവിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ബേസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഏകദേശം നെക്സ്റ്റ് ലെവൽസ് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ആണ്. സോ നമുക്ക് അവിടെ സൈക്കോളജിക്കൽ ലെവൽസ് ആണ് നമ്മൾ നോക്കുന്നത്. 1100, 1150, 1200 നമുക്ക് അപ്സൈഡിലേക്ക് ഈ രീതിക്കുള്ള ലെവലുകളാണ് നമുക്ക് JSW സ്റ്റീൽ മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സാർ സ്റ്റീലിൻ്റെ ഇപ്പോൾ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു പോസിറ്റീവ് ന്യൂസ് ഒന്നും കാര്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്കൊരു പിന്നാമ്പുറ കഥകൾ എന്ന് പറയാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ഇതേ ഫോർത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇത് സ്റ്റീൽ കമ്പനികൾക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഓൺ ബേബീസ് ആണ് ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് വരെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു നമ്മൾ ഒരു പോസിറ്റീവ് റിട്ടേൺ ആയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നൽകിയത്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതല്ലേ, ഈ സ്റ്റീൽ കമ്പനികളുടെ കൂടെ ചേർത്ത് വായിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അല്ല. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനീസിനെ, എസ്പെഷ്യലി ഈ കമ്മോഡിറ്റി ബേസ്ഡ് കമ്പനീസ്, ഓട്ടോമൊബൈൽസിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേരൻറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് തന്നെയാണ് അവരെ വളർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ കാര്യം. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം വെച്ചാൽ, ഒരു എക്കണോമിയെ സംബന്ധിച്ചോളം 3 കാര്യങ്ങൾ ഇൻ്റഗ്രലാണ്. 3 കാര്യങ്ങൾ. അതായത് ഒന്ന് സ്റ്റീൽ. എന്തൊരു കാര്യം നിർമ്മിക്കാനും അതും ഇതുമൊക്കെ നമുക്ക് സ്റ്റീൽ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത് കോൾ. ഈ കോളാണ് ഈ പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. 75-80% ഇന്ത്യയുടെ പവർ റിക്വയർമെൻറ്റും കോളാണ്. മൂന്നാമത് റെയിൽവേസ്. ഈ 3 കാര്യങ്ങളുടെയും ഇന്ത്യൻ എക്കണോമി എന്നുള്ള ഏതൊരു എക്കണോമിയെ തമ്മിലും വളരെ സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻസ് ആണ്. അതായത് പവർ ചെയ്യാനുള്ള കോള്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ, പിന്നെ ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റെയിൽവേ. ഇപ്പോൾ റെയിൽവേ വഴിയാണ് കോളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ കോൾ വാഗൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിലാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു സെക്യൂരിറ്റി, അതിൻ്റെ ആ എനർജി സെക്യൂരിറ്റിക്കും എല്ലാത്തിനും ഒരു കൺട്രിയുടെ ഒരു സെക്യൂരിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതിന് ചെറിയൊരു പാരന്റിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഈ കമ്പനിക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൺട്രിക്കുള്ള ഒരു ഗുണത്തിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പറയുന്ന ഒരു ഡ്രോൺ സർവേ ഗവൺമെൻറ് നടത്തിയപ്പോൾ മേഘാലയയിൽ ഏതാണ്ട് 1.9 lakh മെട്രിക് ടണ്ണിൻ്റെ കോൾ, അതായത് മൈനിങ് നടക്കണമെന്നാണ് ഇല്ലീഗലായിട്ട്. ആ ഡ്രോണിൽ അവർ വേറെ എന്തോ കാര്യത്തിന് സർവേ നടത്തിയപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. അത് ഉപയോഗിച്ച് അവരത് ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ ട്രഷേഴ്സിനെ ഒരു ഇല്ലീഗൽ മൈനിങ് വഴി എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഈ ടെക്നോളജി എങ്ങനെ സഹായിക്കുന്നു അത് കണ്ടുപിടിക്കാൻ എന്നുള്ള. രണ്ടാമത് വേറൊരു മെസ്സേജും കൂടി ഇന്നലെ മാഡം നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്, ഏതാണ്ട് ഇപ്പോൾ ഡിജിറ്റൽ അസറ്റ്സിലും കൂടെ ഇൻകം ടാക്സിന് കൈവയ്ക്കാം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈവയ്ക്കാം. ഈ ക്രിപ്റ്റോ കറൻസി വഴി ഏതാണ്ട് 200 കോടിയുടെ 250 കോടിയുടെ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് ഈ വാട്സപ്പ് മെസ്സേജസ് ഡെസിഫർ ചെയ്ത് ഇൻഫർമേഷൻ ഇൻകം ടാക്സ് അതോറിറ്റീസിന് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കാം ഇനി ഇൻകം ടാക്സിന്റെ ഒരു പ്രവർത്തനം തന്നെ വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. നമുക്കൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ കണ്ടന്റ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മേഖല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈവൻ ഞങ്ങൾ ഉൾപ്പെടെ ഒരു ഡിജിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഏതായാലും അതിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് നിർത്തുകയാണ്. ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മറ്റ് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.